രാജാസിന് ചുറ്റും ഒരുപടി ഭക്ഷണശാലകളുണ്ട്, ചെറിയ ചെറിയ തട്ടുകടകൾ. വലിയ റെസ്റ്റോറൻ്റ് കണ്ടില്ല. വേറെ ഹോട്ടലുകളൊന്നും നോക്കാതെ അവർക്കും ഈ മഴ സമയത്ത് ഒരു സഹായമാകുമല്ലോ എന്ന് വിചാരിച്ചാണ് അവിടെ കയറിയത്. ആദ്യം ബേൽപൂരി കഴിക്കാൻ വേണ്ടി ഒരു ചെറിയ തട്ടിൽ കയറി. നമ്മൾ ആവശ്യപ്പെട്ടില്ല, എങ്കിലും പുള്ളി ഒരു സാമ്പിളൊക്കെ തന്നു. സാമ്പിളും കൊള്ളാം, നമ്മൾ കഴിച്ചതും കൊള്ളാം, നല്ല രുചിയുണ്ടായിരുന്നു. എല്ലാം കൊണ്ടും വളരെ നല്ലൊരു അനുഭവം. അടുത്തത് ഒരു സ്ത്രീ നടത്തുന്ന കടയിലായിരുന്നു. മുൻപത്തെ കടയിൽ കഴിച്ചതിന്റെ കോൺഫിഡൻസിൽ 4 പാനിപ്പൂരി അങ്ങോട്ട് പറഞ്ഞു. സാധാരണ അറിഞ്ഞുകൊടുത്ത സ്ഥലങ്ങളിൽ ഒരെണ്ണം കഴിച്ചു നോക്കിയിട്ടാണ് കൊള്ളാമെങ്കിൽ ബാക്കി പറയുന്നത്. എന്തായാലും പണി കിട്ടിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. നമ്മളെ സംബന്ധിച്ച് ഒട്ടും നല്ലതായിരുന്നില്ല അനുഭവം. ഒരു ടേസ്റ്റ് ഒന്നുമില്ല. സൈഡിലെ വേസ്റ്റ് ബിന്നിൽ തട്ടി ക്യാഷും കൊടുത്തിറങ്ങി. ഒന്നും പറയാൻ പോയില്ല. ഇനി എവരെയൊക്കെ ഇനി എന്ന് കാണാനാണ്? അവരുടെ ന്യായങ്ങളും കേൾക്കണം. ഇനി വീണ്ടും ഇവിടെ ഒരിക്കൽ വന്ന് കഴിക്കുന്ന കാര്യവും സംശയമാണ്. എന്തായാലും കഴിച്ച് വയറ് നിറയാത്തതുകൊണ്ടും വിശപ്പുള്ളതുകൊണ്ടും റോഡ് സൈഡിൽ കണ്ട ഒരു ഹോട്ടലിൽ വണ്ടി നിർത്തി. ബാർക്കം റെസ്റ്റോറൻ്റ് ആണ്. ഹോട്ടൽ ന്യൂ ചർച്ച് സൈഡ് എന്നാണ് ബോർഡെങ്കിലും ബില്ലിൽ ഹോട്ടൽ അമൃത എന്നായിരുന്നു. കണ്ടാൽ വലിയ സെറ്റപ്പ് ആണെങ്കിലും അതനുസരിച്ച് റേറ്റ് ഒന്നും കൂടുതലായി തോന്നിയില്ല. പോക്കറ്റ് വലുതായി കീറില്ല എന്ന് സാരം. മെനു വീഡിയോയിൽ കാണിക്കുന്നത് കൂർഗിൽ പൊതുവെ എന്തൊക്കെ കാണും, അതിൻ്റെ ഒരു ഏകദേശ വിലയൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ്. അക്കി റൊട്ടി, ബാംബു പോർക്ക്, ലൈം ടീ ആണ് പറഞ്ഞത്. ഫുഡ് കൊണ്ടുവരാൻ വലിയ താമസമൊന്നും ഉണ്ടായില്ല. ആഹാരം എല്ലാം നമുക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിലും കൂർഗ് കുസൈനിലെ രുചിയാണ് നമുക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. കൊടകിലെ 3 ദിവസത്തെ വാസത്തിന് ശേഷം നമ്മൾ പടിയിറങ്ങുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള യാത്രയ്ക്ക് 2 ദിവസം ഇത് കൂടാതെ പോയി. വരാൻ നേരം പെട്ടിയൊക്കെ എടുക്കാൻ ആൾ വന്നെങ്കിലും അവിടെ ഒരാളേ ഉള്ളൂ. എല്ലാത്തിനും കൂടെ വേറെ സ്റ്റാഫൊന്നുമില്ല. ക്യാഷ് മുഴുവൻ കൊടുത്തതുകൊണ്ടായിരിക്കാം ഇറങ്ങാൻ നേരം ആളെ കണ്ടില്ല. നമ്മൾ തന്നെ ലിഫ്റ്റ് ഇല്ലാത്തതുകൊണ്ട് പടികൾ വഴി പെട്ടി ചുമക്കേണ്ടി വന്നു. വണ്ടി പോകുന്നതും വരുന്നതുമായ വഴികളും ബുദ്ധിമുട്ടുള്ളതാണെന്ന് മുമ്പ് പറഞ്ഞിരുന്നു. കൂർഗിൽ ഇനിയും വരണം. വളരെ മനോഹരമായ സ്ഥലം. പക്ഷേ താമസ സ്ഥലം എന്തായാലും ഇവിടെ ആയിരിക്കില്ല. അടുത്ത വീഡിയോയിൽ പോകുന്ന വഴി കയറിയ റെസ്റ്റോറൻറ്റുകളും കൂർഗിൽ സന്ദർശിച്ച സ്ഥലങ്ങളും രത്ന ചുരുക്കമായും കാണാം.